ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായി ഇടിക്കൂട്ടിൽ നിന്ന് പൗരോഹിത്യ വിളി സ്വീകരിച്ച ഒരു വൈദികൻ തലശ്ശേരി അതിരൂപതയിലുണ്ട്. ഫാദർ നിതിൻ തലശ്ശേരി അതിരൂപത അംഗവും വെള്ളരിക്കുണ്ട് ഫൊറവനയിലെ പുഞ്ച ഇടവക അംഗവുമാണ്. നിതിനച്ചൻ്റെ വിശേഷങ്ങളിലേക്ക്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് മണിക്കടവ് ഫൊറവന ദേവാലയത്തിൻ്റെ അസിസ്റ്റന്റ് വികാരിയായിട്ടാണ്. ചെറുപ്പം മുതലേ സ്പോർട്സ് മേഖലയായിട്ട് ഒരുപാട് കണക്ഷനുള്ള ആളാണ്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ പപ്പ ഒരു ഗുസ്തി പ്ലെയറൊക്കെ ആയിരുന്നു. പപ്പയുടെയൊക്കെ ചെറുപ്പത്തിൽ അതിന് ഇൻസ്പയർ ആയിട്ട് ഞാനും ചെറുപ്പം മുതലേ സ്പോർട്സ് മേഖല എനിക്കിഷ്ടമായിരുന്നു. ചെറിയ ക്ലാസ് തൊട്ടേ ഓടുവാനായിട്ടും അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇനങ്ങളിലൂടെ കബഡി മത്സരങ്ങളിലും ജില്ലയും സബ് ജില്ലയും കയറി ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ബോക്സിങ് പഠിക്കുവാനായിട്ടും അതിൻ്റെ മത്സരത്തിനായിട്ട് പോയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 3 വർഷത്തോളം ബോക്സിങ് പഠിച്ചു. പക്ഷേ ആദ്യത്തെ വർഷം പഠിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് പോകാനിടയായി. അപ്പോൾ വീട്ടിൽ ഞാൻ പറയാതെയാണ് ഇതെല്ലാം പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതൊക്കെ. അപ്പോൾ വീട്ടിൽ അത്രയും താല്പര്യമുള്ളൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ആ വർഷം എന്നെ വിട്ടില്ല. തുടർന്ന് 2ാം വർഷം ഞാൻ ഈ ബോക്സിങ് പഠിക്കുവാനായിട്ട് തന്നെ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം കൊണ്ട് വീട്ടിൽ പറയാതെ വീണ്ടും ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മത്സരിക്കുവാൻ പോവുകയും അങ്ങനെ സമ്മാനം കിട്ടുവാനൊക്കെ ഇടയായി. ബോക്സിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറായൊരു ഗെയിമാണ്. ഞാൻ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഹെഡ് പറഞ്ഞു, ഏറ്റവും ഡേഞ്ചറായൊരു ഗെയിമാണ്. നിങ്ങളുടെ മെല്ലെ ഇടിക്കണം എന്ന് പറയത്തില്ല, പക്ഷേ ഒരു കാരുണ്യത്തോടെ മാത്രം ഇടിക്കണം. അപ്പോൾ പലപ്പോഴും ഫേസിനും വയറിനുമാണ് കൂടുതലായിട്ട് കിടി വരുന്നത്. അപ്പോൾ നല്ല 2 പഞ്ച് കിട്ടിയാൽ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയി പോകും.